നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന സംഘം ഗുജറാത്തിൽ പിടിയിലായിരിക്കുകയാണ്. ഗോദ്രയിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് 5 പേരെ പിടികൂടിയത്. തട്ടിപ്പ് നടത്താൻ വിദ്യാർത്ഥികളിൽ നിന്ന് 12 കോടിയിലധികം രൂപയാണ് വാങ്ങിയത്. ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ എഴുതാതെ വിടുകയും അവ പരീക്ഷാ കേന്ദ്രത്തിലെ അധ്യാപകർ പൂരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തായാലും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്ത വലിയ തട്ടിപ്പിന്റെ വാർത്തകൾ തന്നെയാണ്. തൗഫീഖ് അസ്ലമിലേക്ക് പോവുകയാണ് വിവരങ്ങൾക്കായി. തൗഫീഖ്, അതായത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് 12 കോടിയോളം രൂപയൊക്കെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ തട്ടിപ്പ്, എത്രത്തോളം വലിയ റാക്കറ്റാണ് എന്നുള്ളത് കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഏത് രീതിയിലാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്? ജിൽസി, ജില്ലാ കളക്ടർക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ 5 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതായി ഗുജറാത്ത് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന ഒരു സംഘത്തെയാണ് പിടികൂടിയതായിട്ട് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഗോദ്രയിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ 5 പേർക്കെതിരെ പോലീസ് രഹസ്യമായ അന്വേഷണം നടത്തുകയും അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. തട്ടിപ്പ് നടത്തിയവർ വിദ്യാർത്ഥികളിൽ നിന്ന് 12 കോടിയിലധികം രൂപ കൈക്കലാക്കിയതായിട്ടാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഏകദേശം 10ഓളം വിദ്യാർത്ഥികളാണ് ഈ സംഘത്തിന് 12 കോടിയിലധികം രൂപ നൽകിയത്. തുടർന്ന് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു നടപടികളിലേക്ക് ഗുജറാത്ത് പോലീസ് കടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നടക്കുന്നത് ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ എഴുതാതെ വിടുകയും അത് ഈ പരീക്ഷാ കേന്ദ്രത്തിൽ ചുമതലയുള്ളയാൾ അത് പിന്നീട് ഈ വിദ്യാർത്ഥികൾ എല്ലാവരും പോയതിനു ശേഷം ആ പരീക്ഷാ പേപ്പർ എടുത്തുകൊണ്ട് അത് പൂരിപ്പിച്ച് നൽകുന്ന ഒരു പ്രവൃത്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു പരാതി ജില്ലാ കളക്ടർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു അന്വേഷണം നടത്തുകയും അവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ ഗുജറാത്ത് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. വഡോദരയിലെ റോയി ഓവർസീസ് എന്ന ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയിരുന്നത്. റോയിയാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്നുകൂടി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഗോദ്രയിലെ ജയ് ജലറാം സ്കൂളിലെ അധ്യാപകനായിരുന്ന തുഷാർ ഭട്ടാണ് ഈ ഉത്തരങ്ങൾ എഴുതി നൽകിയിരുന്നത്. ഇദ്ദേഹത്തിനായിരുന്നു കൂടുതൽ തുക നൽകിക്കൊണ്ട് ഇദ്ദേഹമാണ് പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തു പോയതിന് പിന്നാലെ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ എഴുതാതെ പോയ ചോദ്യങ്ങൾക്ക് ഈ അധ്യാപകൻ തന്നെ ഇത് പൂരിപ്പിച്ച് നൽകുകയായിരുന്നു പതിവ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ജില്ലാ കളക്ടർക്കായിരുന്നു ഇത്തരമൊരു പരാതി ലഭിച്ചത്. തുടർന്ന് ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഒരു നടപടികളിലേക്ക് കടന്നിരുന്നില്ല. പകരം ഇത് കൃത്യമായി തന്നെ രഹസ്യമായി അന്വേഷിക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആളുകളെ പിടികൂടിയിരിക്കുന്നത്. ഈ റോയിയെയും അതോടൊപ്പം തന്നെ ഇതിന്റെ സൂത്രധാരനായിട്ടുള്ള ഒരു അരിഫ് വോറ എന്നീ ആളുകളെയുമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പണം നൽകിയ 26 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഈ വോറ വഴിയാണ് ഭട്ടിന് വിവരങ്ങൾ കൈമാറിയിരുന്നത്. മൊബൈൽ ഫോണിലൂടെ ഇവരുടെ റോൾ നമ്പർ അയച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്നായിരുന്നു ഈ വിട്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഈ അധ്യാപകൻ പൂരിപ്പിച്ച് നൽകിയിരുന്നത്.